കഠിനമായ വ്രതത്തിന്റെ പാന്താവിലൂടെ വഴി നടന്ന് അള്ളാഹുവിന്റെ മർഹമത്തും റഹ്മത്തും പാപമോചനവും നരകമോചനവും ഒക്കെ നേടിയ ആളുകളുടെ മനസ്സിന്റെ സന്തോഷത്തിന്റെ അലതല്ലലാണ് പെരുന്നാൾ. എല്ലാം കിട്ടി, റഹ്മത്ത് ലഭിച്ചു, പാപമോചനം ലഭിച്ചു, നരകമോചനം ലഭിച്ചു എന്നുള്ള അടിമയുടെ സന്തോഷത്തിന്റെ അതിപ്രസരം അത് പുറത്തേക്ക് തക്ബീറിന്റെ ധ്വനികളിലൂടെ നിർഗളിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. റഹ്മത്ത് നൽകിയ പടച്ചവനെ, നീയാണ് ഏറ്റവും ഉന്നതൻ. മഗ്ഫിറത്ത് നൽകിയ അല്ലാഹ്, നീയാണ് ഏറ്റവും വലിയവൻ. നരകമോചനം നൽകിയ അല്ലാഹുവേ, അത്യുന്നതൻ നീയാണ് റബ്ബേ. നീയല്ലാതെ ഇലാഹില്ല അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. ഇതൊരു സത്യവിശ്വാസിയുടെ കഠിനമായ വ്രതത്തിന്റെ സന്തോഷത്തിൽ പുറത്തേക്ക് വരുന്ന വാചകങ്ങളാണ്. അല്ലാഹുവാണ് ഉന്നതൻ, അല്ലാഹുവാണ് അത്യുന്നതൻ, മഹോന്നതൻ, പരമോന്നതൻ എന്നുള്ള വർത്തമാനം. അതാണ് തക്ബീർ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, സയ്യിനു അഅയാദകും ബിത്തക്ബീർ, നിങ്ങൾ ഈദിനെ തക്ബീർ കൊണ്ട് ഭംഗിയാക്കണേ. അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് നിങ്ങൾ പെരുന്നാളുകളെ ഭംഗിയാക്കണേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തക്ബീറാണ് അന്തരീക്ഷം മുഴുവനും അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നിലാവ് കണ്ടത് മുതൽ ഇങ്ങനെ അലയടിക്കുകയാണ്. പെരുന്നാളിന്റെ മറ്റൊരു വലിയ സൗരഭ്യമാണ് മെട്രിക് ടൺ കണക്കിന് അരികൾ വിതരണം ചെയ്യപ്പെട്ടു എന്നത്. കുടിച്ചു തീർത്ത മദ്യത്തിന്റെ കണക്ക് പറയാത്തൊരാഘോഷം, ലഹരിക്കടിമപ്പെട്ടു പോയതിന്റെ കണക്കുകൾ, പത്രങ്ങൾ അച്ചുനിരത്താത്ത ആഘോഷത്തിന്റെ ഉത്സവ പ്രതീതി. പക്ഷെ പറയാനുള്ളത് എന്താ? പറയാനുള്ളത് പാവപ്പെട്ടവന്റെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മുതലാളിയും മിസ്കീനും ഫക്കീറുമായ ആളുകളൊക്കെയും കഴിവുള്ള മുഴുവൻ ആളുകളും അരി കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യാണ്. എത്ര മെട്രിക് ടൺ കണക്കിന് അരിയായിരിക്കും വിതരണം ചെയ്തത് എന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ പോലും സാധ്യമല്ല. അത്രത്തോളം ഫിത്ർ സക്കാത്ത് എന്നതിന്റെ പേരിൽ മനുഷ്യന്റെ ഭക്ഷ്യവസ്തു വിതരണം ചെയ്യാണ്. ഒരു ഇബാദത്താണത്, നിർബന്ധ കർമ്മാണ്. വേണമെങ്കിൽ ചെയ്യാനല്ല, നിർബന്ധമായിട്ട് ചെയ്യണം. പെരുന്നാള് നിസ്കാരത്തിന്റെ മുമ്പ് ആ കർമ്മം തീർത്തിരിക്കണം, അല്ലെങ്കിൽ കറാഹത്ത് പിടികൂടും. പെരുന്നാളിന്റെ രാത്രിക്ക് മുമ്പ്, സൂര്യാസ്തമനത്തിന്റെ മുമ്പ് കഴിവുള്ളവൻ കൊടുത്തിരിക്കണം, നിർബന്ധ ബാധ്യതയാണ്. കണ്ടോ ഒരു ആഘോഷത്തിന്റെ ക്രമീകരണം എങ്ങനെയാണ് ഇലാഹിയായ ഇസ്ലാമികമായ ആഘോഷത്തെ നടത്തേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തരാണ് പരിശുദ്ധ ദീൻ. ഇന്നൊരു വീട്ടിലും മടുപ്പ് പുകയാതിരിക്കാൻ പാടില്ല. ഇന്നത്തെ ദിവസം ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല. എന്തിനാ ഫിത്ർ സക്കാത്ത്? നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഒരു മനുഷ്യനും ഒരു വറ്റ് ഭക്ഷണം കഴിക്കാതിരിക്കാൻ നിങ്ങൾ അതിന് ബാധ്യസ്ഥരാകേണ്ടി വരും. കണ്ടോ ഏറ്റവും മഹത്വ സുന്ദരമായ പെരുന്നാളിന്റെ സന്ദേശമാണ് ഫിത്ർ സക്കാത്ത്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ നമ്മളോട് പറഞ്ഞിരുന്ന മഹത്തായ ഒരു കർമ്മമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദാ തഖറബ ഇലയ്യ അബ്ദി മിന്നി ശിബ്റൻ തഖറബതു മിൻഹു ദിറാ. എന്റെ അടിമ എന്നോടൊരു ചാണെടുത്താൽ, ഒരു ചാൺ എന്റെ അടിമ എന്നോടെടുത്താൽ ഞാൻ അവനോടൊരു മുഴമെടുക്കും. എന്റെ അടിമ എന്നോടൊരു മുഴമെടുത്താലോ, വഇദാ തഖറബ മിന്നി ദിറാഅൻ തഖറബതു മിൻഹു ബാഅ. എന്റെ അടിമ എന്നോടൊരു മുഴമെടുത്താൽ ഞാൻ അവനോടൊരു കൈ അടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ അതാനി യംശി, അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് അതൈതുഹു ഹർവല, ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വാക്കാണ്. എന്റെ അടിമ എന്നിലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ അതിന്റെ 10 മടങ്ങ് ഇരട്ടിയായി ഞാൻ അവനിലേക്ക് അടുക്കും. കഴിഞ്ഞൊരു മാസം നമ്മൾ ചെയ്ത പണി എന്താണെന്ന് വിചിന്തനം നടത്തണം. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ പകല് മുഴുവനും ഭക്ഷണം മാറ്റിവെച്ചു, നമ്മൾ പകല് മുഴുവനും വെള്ളം മാറ്റിവെച്ചു. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒഴിവാക്കാണ്. എന്തിന്? എന്റെ റബ്ബിലേക്ക് അടുക്കാൻ.
അപ്പൊ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നോമ്പ് നോറ്റു. അപ്പൊ അള്ള എന്ത് ചെയ്യും? നമ്മൾ ഒരു ചാണെടുത്താൽ അള്ള ഒരു മുഴമെടുക്കും. നമ്മൾ തറാവീഹ് നിസ്കരിച്ചു, നമ്മൾ ജമാഅത്തിന് പങ്കെടുത്തു, നമ്മൾ സ്വതക്ക ചെയ്തു, നമ്മുടെ മുതല്, നമ്മൾ പണിയെടുത്തുണ്ടാക്കിയ നമ്മുടെ സ്വത്ത്, നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ മേശയിലിരുന്ന നമ്മുടെ പണം നമ്മൾ എടുത്തിട്ട് അർഹരിലേക്ക് അതിങ്ങനെ ഒഴുകാണ്. ഇനിയോ ഒരു ഇബാദത്തിനും മടുപ്പില്ലാതെ നമ്മൾ നിർവഹിച്ചു. മുസ്ഹഫ് തുറക്കാതിരുന്ന നമ്മൾ ഖുർആൻ തുറന്നു, അത് തുറന്നു നോക്കി ഓതി. ഖത്തമ് തീർത്തവരുണ്ട്, ഒരു ഖത്തമ് തീർത്തവര്, 2 തീർത്തവര്, അല്ല ഖത്തമ് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിയുന്നത് പോലെ ഒരു പേജെങ്കിലും ഖുർആൻ ഓതുന്ന വിശ്വാസി. ആ നിലയിലേക്ക് നമ്മൾ അള്ളാഹുവിലേക്കുള്ള പാന്താവിലേക്ക്, അള്ളാഹുവിലേക്കുള്ള വഴിത്താരയിലൂടെ നമ്മൾ നടക്കാൻ തുടങ്ങി. അപ്പൊ എന്താ ഉണ്ടാവുക? അതാ അള്ളാഹു പറഞ്ഞത്, എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ ഒരു മുഴമെടുക്കും. അവനൊരു മുഴമെടുത്താൽ, അതാണ് ആ ഹദീസിന്റെ പ്രധാന കണ്ടന്റ്. അവിടെ കൊണ്ട് അവസാനിപ്പിക്കല്ല. ചാണെടുത്താൽ ഞാനൊരു മുഴ അടുക്കുന്നല്ല, അവനൊരു മുഴമെടുത്താൽ ഞാനൊരു കൈ അടുക്കുന്നതാണ്. അവൻ നടന്നു വന്നാൽ, അവൻ എന്നിലേക്ക് നടന്നാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുന്നതാണ് എന്ന് അല്ലാഹു പറഞ്ഞുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 30 ദിവസം നോമ്പ് പിടിച്ച നമ്മള്, 29 ദിവസം നോമ്പെടുത്ത നമ്മള്, 30 തറാവീഹകൾ നിർവഹിച്ച നമ്മള്, അല്ലെങ്കിൽ 29 തറാവീഹ് നിർവഹിച്ച നമ്മള്, സദഖ ചെയ്ത നമ്മള്. അപ്പൊ അള്ളാഹു നമ്മളുമായിട്ടുള്ള ബന്ധം എവിടെയായിരിക്കും? അള്ളാഹു നമ്മളുമായിട്ട് കൂട്ട അടുപ്പത്തിന്റെ ലെവൽ എവിടെയാ? അല്ല നമ്മുടെ അടുത്ത് എത്ര അടുത്താണെന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് വെച്ചുകൊണ്ട് നമ്മളും അള്ളാഹു തമ്മിലുള്ള ദൂരം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ല അടുപ്പത്തിലായി. പെരുന്നാളിന്റെ സന്ദേശമായിട്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട മഹല്ല് നിവാസികളോട് പറയാനുള്ളത്, അള്ളാഹു നമ്മളും ഏറ്റവും അടുത്ത നിലയിലാണ് നിൽക്കുന്നത്. ഞാൻ എന്റെ അടിമയോട് അടുത്തിട്ടുണ്ട്. ഈ അടുപ്പം ഇനി ദൂരത്താകരുത്. ഇനി നമ്മൾ പഴയ പാട്ടിന് പോകരുത്. പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ഹറാമ് കലർത്തിയിട്ടല്ല. 29 ദിവസത്തെ കരിപ്പട്ടിണിയെ സിനിമാ തിയേറ്ററിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് കലമുടുക്കരുത്. ഹറാമിന്റെ ആഘോഷങ്ങളിലേക്ക് പോയിട്ട് പെരുന്നാളിനെ മലീമസാക്കരുത്. അള്ളാഹു നമ്മളും നല്ലവണ്ണം അടുത്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും നല്ല നിലയിൽ നമ്മുടെ റബ്ബുമായിട്ടുള്ള ബന്ധത്തെ പുതുക്കിയിട്ടുണ്ട്. ആ പുതുക്കിയ ബന്ധത്തിനെ വഷളാക്കരുത്. ആ പുതുക്കിയ ബന്ധത്തെ നമ്മൾ മലീമസാക്കരുത്. അതാണ് പെരുന്നാളിന്റെ സന്ദേശം. അതാണ് പെരുന്നാൾ നമുക്ക് പകർന്നു നൽകുന്ന ഏറ്റവും വലിയ പാഠം. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ റബ്ബുമായിട്ടുണ്ടാക്കിയെടുത്ത ബന്ധത്തിനെ, അടുപ്പത്തിനെ അകലത്തിലാക്കുന്ന ഒരു പ്രവർത്തനം വരാതെ നോക്കണം. നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് ജോലി തിരക്കുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ നോമ്പെടുത്തിട്ട് നിസ്കരിച്ചവരാണ്. ചെറുപ്പക്കാരായ ആളുകൾ പോലും ചിലപ്പോൾ ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പക്ഷേ ഒരു സമയത്ത് റമദാന് മുമ്പ് അവരാ നിസ്കാരത്തിൽ അശ്രദ്ധരായിരുന്നു. അതിന് സമയം ഉണ്ടായില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എന്നാലോ റമദാൻ വന്നപ്പോൾ ആലോചിച്ചു, സമയം കണ്ടെത്തി, പള്ളിയിലേക്ക് തന്നെ വന്നു, സുബഹിയുടെ ജമാഅത്തിന് വന്നു. അതൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത മഹാഭാഗ്യാണല്ലോ. പക്ഷേ അത് റമദാൻ പോകുന്നതോടെ അവസാനിക്കരുത്. അതാണ് തക്ബീറിൽ നമ്മൾ പറഞ്ഞത്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ഉന്നതനാണ്. മാസങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കും. റമദാൻ വരും, റമദാൻ പോകും. അടുത്ത മാസം വരും, ശവ്വാല് വരും, ശവ്വാല് പോകും. അടുത്ത മാസവും വരും, ദുൽഖഅദ വരും, ദുൽഹിജ്ജ വരും, മുഹറം വരും, സഫർ വരും. മാസങ്ങൾ ഇങ്ങനെ കടന്നു വരും. വന്ന മാസങ്ങൾ അങ്ങനെ കടന്നു പോവുകയും ചെയ്യും. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുണ്ടല്ലോ, ഫഹുവ ഹയ്യുൽ ലാ യമൂത്ത്. അല്ല എന്നെന്നും നിലനിൽക്കുന്നവനാ. അല്ല റമദാനിൽ മാത്രമുള്ളവനല്ല. അല്ല ഏതെങ്കിലും മാസത്തെ മാത്രം നിങ്ങളുടെ ഇബാദത്ത് പരിഗണിക്കുന്നവനുമല്ല. അല്ലാഹു ഹയ്യുൽ ലാ യമൂത്ത്. അവനെന്നും ഹയാത്താണ്. അവനെന്നും നിങ്ങളെ കാണുന്നുണ്ട്. അവനെന്നും നിങ്ങളുടെ ഇബാദത്തിനെ പരിഗണിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മഗ്ഫിറത്ത് തരുന്നുണ്ട്, റഹ്മത്ത് തരുന്നുണ്ട്. അതുകൊണ്ട് അവസാനിപ്പിക്കണ്ട. റമദാൻ പോകലോടുകൂടി മുസാഫ് അടുക്കണ്ട. റമദാൻ പോകലോടുകൂടി പള്ളിക്ക് സലാം പറയണ്ട.
റമദാൻ പോകലോടുകൂടി നിസ്കാരത്തിന് അവസാനം കുറിക്കണ്ട, റമദാൻ പോകലോടുകൂടി സ്വതക്കയുടെ വാതിലുകൾ അടക്കണ്ട. അതാണ് തക്ബീർ പറഞ്ഞു തരുന്നത്. അല്ലാഹു ഹയ്യുൽ ലാ യമൂത്ത്, അല്ലാഹ് എന്നും നിലനിൽക്കുന്നവനാണിപ്പോ. റമദാൻ മാസം പോയി എന്ന് കരുതി നിങ്ങൾ അവസാനിപ്പിക്കല്ലേ ഒരു നന്മയും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാളിന്റെ സുദിനം നമ്മൾ അനുവർത്തിക്കേണ്ട മഹത്തായ ഒരു കർമ്മമാണ്. നമ്മുടെ ഈ പള്ളിക്കാടുകളിൽ കിടക്കുന്ന മുഅ്മിനീങ്ങൾ നമ്മുടെ വേണ്ടപ്പെട്ടവരായിരിക്കും. നമ്മുടെ വാപ്പുണ്ടാവും, ഉമ്മ ഉണ്ടാവും, വല്യമ്മ ഉണ്ടാവും, നമ്മളെ സ്നേഹിച്ചവരുണ്ടാവും, സഹായിച്ചവരുണ്ടാകും, നമ്മുടെ നന്മ ഉദ്ദേശിച്ചവരുണ്ടാവും. വേണ്ട മുഅ്മിനീങ്ങളാണ് കിടക്കുന്നത്. അവരുടെ ഖബറിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് അവർക്ക് സലാം പറയാം. എന്നിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ തിരക്ക് പരിഗണിച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതി, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് പെട്ടെന്നൊന്ന് ദുആ ചെയ്തിട്ട് പോരാതെ അവിടെ നിന്നിട്ട് ഒരു യാസീൻ ഓതാൻ 5 മിനിറ്റ് സമയം ആ ഖബറിന്റെ മുമ്പിൽ ഒന്ന് ചെലവഴിക്കണം. ഇന്ന് നമുക്ക് പെരുന്നാളാണല്ലോ. അവരുടെ ഖബറിൽ പെരുന്നാളിന്റെ സന്തോഷം ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ആരെങ്കിലും ഒരു ഖബർസ്ഥാനിൽ പോയിട്ട് യാസീൻ ഓതി ദുആ ചെയ്താൽ ഇവിടെ കിടക്കുന്ന മുഴുവൻ ഖബറാളികൾക്കും ആനന്ദം ലഭിക്കും. അവർക്കൊക്കെ അതുകൊണ്ട് സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഖബറിൽ ഇന്ന് പെരുന്നാളിന്റെ സന്തോഷമുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന നിലക്ക് സിയാറത്ത് ചെയ്യണം. ഇത് മഹത്തരമായ ഒരു കർമ്മമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനൊന്നും സമയത്തിൽ ആരും പിശുക്ക് കാണിക്കേണ്ട. ഒരു 10 മിനിറ്റ് അതിനുവേണ്ടി മാറ്റിവെച്ചെന്ന് കരുതി നമുക്കൊന്നും സംഭവിക്കാനില്ല. പിന്നെ മറ്റൊരു കാര്യമാണ്, പരസ്പരമുള്ള എന്തെങ്കിലുമൊക്കെ വിദ്വേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഏത് വീട്ടിലേക്ക് നമുക്ക് കടന്നെല്ലാം, ഏത് വീട്ടിലേക്കും ചെല്ലാം. സലാം പറഞ്ഞുകൊണ്ട് പരസ്പരമുള്ള എല്ലാ പിണക്കങ്ങളും അനർത്ഥങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും. അതിലൊക്കെ ഉപരി ബന്ധുവീടുകളൊക്കെ സന്ദർശിക്കുക. അതൊക്കെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങളാണ്. കടന്നു ചെല്ലുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് പ്രകാരം ഏറ്റവും മഹത്തായ സീനത്തിന്റെ ഭംഗിയുടെ ഈ ദിവസം നമ്മുടെ ഡ്രസ്സിൽ പുരട്ടുന്ന അത്തറിനേക്കാൾ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സൗരഭ്യത്തിന് സുഗന്ധം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ഉണർത്തിയിട്ട്